പറഞ്ഞ ഇ പി ജയരാജനോട് ഒരു മറുപടി ഞാൻ പറയാം. ഇന്നലെ രാത്രി ചേർന്ന UDF യോഗം ഡൽഹിയിൽ പോയി ഇടതുപക്ഷവുമായിട്ട് ഒരുമിച്ച് ഗവൺമെന്റുമായിട്ട് ഒരുമിച്ച് സമരം ചെയ്യണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ക്ഷണമുണ്ട് പ്രതിപക്ഷത്തിന്. അത് നിരസിക്കാൻ ഇന്നലെ ചേർന്ന UDF യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു. എന്നിട്ട് എല്ലാവരും പറഞ്ഞത് ഒരു കാരണവശാലും സർക്കാരിന്റെ ഈ കെണിയിൽ വീഴരുത്, ഈ ക്ഷണം സ്വീകരിക്കരുതെന്നാണ്. എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അറിയിക്കാൻ. ഞാൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി അറിയിക്കാൻ പോവാം. എല്ലാ ഘടകകക്ഷികളും ഏകകണ്ഠമായി പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവരുടെ കഴിവുകേടുമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം കേന്ദ്രത്തിന്റെ അവഗണനയുണ്ട്. അത് ഞങ്ങളുടെ എംപിമാര് ഡൽഹിയിൽ പോയി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ വിഹിതം കുറച്ചിട്ടുണ്ട്. അത് ഇന്ത്യ ഒട്ടാകെ ഞങ്ങളുടെ നിലപാട് അത് കുറയ്ക്കരുതെന്നാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു. എല്ലാവരും ഈ സർക്കാർ കൃത്യമായി അക്കൗണ്ട് കൊടുക്കാത്തത് കൊണ്ട് IGSTയിൽ നിന്നും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് 30,000 കോടി രൂപയാണ്. സ്വർണത്തിൽ നിന്ന് നികുതി പിരിക്കാത്തതുകൊണ്ട് 10,000 കോടി രൂപ, ബാറിൽ നിന്ന് നികുതി പിരിക്കാത്തതുകൊണ്ട് 1000 കോടി രൂപ, വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ GST നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കാത്തതുകൊണ്ട് കോടികളുടെ നഷ്ടം. ഇന്ന് ചെക്ക് പോസ്റ്റ് ഇല്ല, സർവൈലൻസ് ഇല്ല, ക്യാമറയില്ല, ഇന്റലിജൻസ് ഇല്ല. കേരളം നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാക്കി മാറ്റിയത് ഈ സർക്കാരാണ്. അപ്പൊ ഈ ധനപ്രതിസന്ധിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനാണ്. അതിൽ നിന്നും കൈ കഴുകുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളെ കബളിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്രയും നാളില്ലാത്ത സമരവുമായിട്ട് ഇപ്പൊ ഡൽഹിയിലേക്ക് പോകുന്നത്. എന്നിട്ട് എന്നെയും പ്രതിപക്ഷ ഉപനേതാവിനെയും വിളിച്ച് മീറ്റിംഗ് നടത്തി ഞങ്ങളെ ക്ഷണിച്ചതിന് ശേഷം ഞങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കാം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷം ചേർന്ന ആ സമരം പ്രഖ്യാപിച്ചു. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ വന്നാൽ മതിയെന്ന്. ആര് വരാനാണ് ഇവരുടെ പുറകെ? ഇവരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിന് ഞങ്ങളില്ല. അത് ജയരാജനോട് ഞാൻ പറയുകയാണ്, ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ് അടക്കമുള്ള UDFിലെ ഘടകകക്ഷികൾ ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. ഇത് അഴിമതി സർക്കാരാണ്, കെടുകാര്യസ്ഥതയുള്ള സർക്കാരാണ്, കേരളത്തിലെ മുച്ചൂടും തകർത്ത സർക്കാരാണ്. അവര് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിലും UDF പങ്കാളികളാകരുത് എന്ന UDFന്റെ തീരുമാനം ഞാൻ നിങ്ങളെ എല്ലാവരും അറിയിക്കാം. മുഖ്യമന്ത്രിയെ കത്തെഴുതി അറിയിക്കും. ചുമ്മാ വെറുതെ പറയുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി CPI എന്ന് പറയാം. നമ്മളെ പറയണല്ലോ.